എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു തക്കാളി കായക്കറിയാണ്. ഇത് വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊതുവേ വളരെ തിരക്കുള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കായ നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്. പച്ചക്കായ നമ്മൾ തോലോട് കൂടിയാണ് മുറിച്ച് എടുക്കുന്നത്. ഇത് ഈ ഒരു വലുപ്പത്തിൽ മുറിക്കാം. ഇനി കുറച്ച് സ്ക്വയർ ഇങ്ങനെ ഇതിൻ്റെ പകുതിയായിട്ട് മുറിക്കേണ്ടവർക്ക് മുറിക്കാം, കുറച്ച് കട്ടിയിൽ. പക്ഷേ ഇതാണ് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ ആവശ്യമുള്ള തക്കാളിയാണ്. തക്കാളി ഇതിപ്പം 2 കായാണ്. 2 കായ്ക്ക് 3 തക്കാളി വേണം. തക്കാളിയുടെ പുളി ഇത്തിരി മുന്നിൽ നിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതിപ്പോൾ 2 തക്കാളി ഈ പരുവം ഇതുപോലെ തന്നെ ഒരു സ്ലൈസായിട്ട് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മുറിച്ചെടുക്കാം. ഇത് മുറിക്കാനുണ്ട് ഒരെണ്ണം കൂടി. കുറച്ച് കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ മാത്രം ഇതിലേക്ക് മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കായ വേവിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/2 മുതൽ 1/4, ചെറിയ സ്പൂണാണെങ്കിൽ 1/2 മുതൽ 1/4 സ്പൂൺ വരെ നമുക്ക് എടുക്കാം. കുഞ്ഞു സ്പൂണിന് മുളക് പൊടി, സാധാരണ സ്പൂണിന് മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് 1.5 സ്പൂൺ മതി. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. മറ്റു എണ്ണയേക്കാൾ നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും മുളകും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സാധാരണയായി എല്ലാ കറികൾക്കും അവസാനമാണ് നമ്മൾ ചേർക്കുക, പക്ഷേ ഈ കറിക്ക് ആദ്യം ചേർക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിതിലേക്ക് സവാള ചേർക്കണം. സവാള ഞാൻ പറയാൻ മറന്നതാണ്. സവാള, തക്കാളി, കായ, ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ സവാള നമ്മളിപ്പം ഒരു വലിയ സവാള, 1 സവാളയാണ് ഇട്ടേക്കുന്നത്. ചെറിയ സവാളയാണ് 2 എണ്ണം ഇടാം. നമ്മളിതിൽ സവാള ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. സവാള ഒന്ന് ചെറുതായി ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇനി സവാള ഒന്ന് മൂക്കട്ടെ. അതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. സവാള മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് ഇളക്കുകയാണ്. ഇപ്പം തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാവുന്നതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ഇനി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിൽ നന്നായി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് 1 ഗ്ലാസ് കണക്കാക്കി വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ. നമുക്ക് എത്രമാത്രം ഗ്രേവി ആയിട്ടിരിക്കണോ, ചാറ് വേണോ, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കായ ചേർത്ത് അടച്ചു വെക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് കായ ഇട്ട് ചേർത്ത് നന്നായി ഇളക്കി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ തീയിലോ മീഡിയം തീയിലോ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ആ സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കായ തക്കാളി കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. ചോറിനും പിന്നെ പുട്ടിൻ്റെ കൂടെ, ഉപ്പുമാവിൻ്റെ കൂടെ നല്ല ടേസ്റ്റായുള്ള ഒരു കറിയാണ്. നമുക്ക് എല്ലാത്തിനും കൂടി ചപ്പാത്തി ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഇതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നന്ദി, നമസ്കാരം.